അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയർന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന ബജറ്റ് വരുന്നത്. ഇതിൽ സാധാരണക്കാരുടെ പ്രതീക്ഷകൾ എന്തൊക്കെയെന്ന് നോക്കാം. കൊച്ചിയിൽ നിന്ന് എ.ടി. അശ്വതി തയ്യാറാക്കിയ റിപ്പോർട്ട്. സംസ്ഥാന ബജറ്റ് എല്ലാവരും കാത്തിരിക്കുകയാണ്. ഈ ബജറ്റിനെ കുറിച്ച് ജനങ്ങൾക്ക് എന്താണ് പ്രതീക്ഷയെന്ന് നോക്കാം. നല്ലൊരു ബഡ്ജറ്റ് വേണ്ടത്. സംസ്ഥാനം കഷ്ടകാലത്തിൽ പട്ടിണിയോ കേരളം നിൽക്കുന്നത്. നല്ലൊരു തുക കേന്ദ്രം കൊടുത്ത് നല്ല രീതിയിൽ തന്നെ പോട്ടെ. അധ്വാനിക്കുന്നവർക്കും ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഗുണകരമായിട്ടുള്ള നിലപാടുകളുണ്ടാവുള്ളൂ. ഇന്നുവരെ ഉണ്ടായിരിക്കുന്ന അങ്ങനെ തന്നെ ആണല്ലോ. തീർച്ചയായിട്ടും അത് തന്നെ ഉണ്ടാവും. നമ്മൾ പറയണത് ഇതിനകത്ത് വന്നൊന്നുമില്ലല്ലോ ബഡ്ജറ്റിൽ. നിങ്ങളുടെ ഒരു പ്രതീക്ഷ ആവശ്യം അത് ജനങ്ങളുടെ സർക്കാരാണ്, ജനങ്ങൾക്കൊപ്പം നിൽക്കും. പ്രതീക്ഷിക്കാൻ ഞങ്ങൾക്ക് ഡീസൽ കാശ് കുറച്ചിട്ടേ കൊള്ളാം, നിത്യാവസാധനങ്ങളുടെ വില കുറച്ചിട്ടേ കൊള്ളാം. ഇതൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കും. ഞങ്ങൾ സാധാരണക്കാരാണല്ലോ. ഇവിടെ പുതിയ മാർക്കറ്റ് പണിയുണ്ട്, അതേപോലെ മറ്റുള്ള ക്യാൻസർ വാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട. അത് വളരെ നല്ല കാര്യമാണത്. അപ്പോൾ അങ്ങനെയുള്ള പദ്ധതികൾ കൂടുതലായിട്ട് വരട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇവിടെയുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് താഴേക്കിട ആൾക്കാർ നല്ല രീതിയിൽ ആവണം. അതിനകത്ത് ടാക്സ് വല്ലതും കുറഞ്ഞ് കിട്ടിയെന്നാൽ നമുക്ക് നല്ലതാണ്. നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറഞ്ഞ് കിട്ടും. ഈ സർക്കാരിനെ കുറിച്ച് ഞങ്ങളെപ്പോലെയുള്ള വഴിയോര കച്ചവടക്കാർക്കൊക്കെ നല്ല, കാരണം സാധാരണയായിട്ടും മറ്റുള്ള ആര് ഭരിച്ചാലും ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പം ഞങ്ങൾ മര്യാദയ്ക്ക് ഇരുന്ന് അരി മേടിച്ച് പോകുന്നുണ്ട്. ഇല്ലെങ്കിൽ പോലീസ് വരും, കോർപ്പറേഷൻ വരും, വലിച്ചുകൊണ്ട് ഓർഡറാണ് ഞങ്ങൾ. ഇപ്പം ഞങ്ങൾ സമാധാനമായിട്ട് ഇരുന്ന് അരി മേടിക്കണം. ബഡ്ജറ്റും നല്ല പ്രതീക്ഷയാണ്. സർക്കാർ നല്ല രീതിയിൽ ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ബഡ്ജറ്റ് കൊണ്ടുവരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ജനങ്ങൾക്ക് ഗുണമായ രീതിയിലുള്ള ഇത് പ്രതീക്ഷിക്കുന്നത്. ആവശ്യമുള്ളത് ഞങ്ങളൊക്കെ ഇപ്പോൾ ഫുട്പാത്തിൽ കച്ചവടം ചെയ്യണം. ഇപ്പോൾ പൊതുവെ കച്ചവടം കുറവാണ്. ഇൻഷാ അല്ലാഹ് ഭാവിയിൽ ഇനി കച്ചവടം വരുന്നുള്ള പ്രതീക്ഷയാണ്. എനിക്കൊരു പ്രതീക്ഷയില്ല. ഇവിടുത്തെ ഭരണം അങ്ങനെയാണല്ലോ. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതന്നെ തൊഴിലധിഷ്ഠിത കുറേ വേക്കൻസികളും അത് ഇതൊക്കെ കിട്ടിയാൽ നല്ലതായിരിക്കും. സംസ്ഥാന ബഡ്ജറ്റിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം ഇവിടെ ഭരിക്കാനും കട്ടുമുടിക്കാനും അല്ലാതെ അവർക്കൊന്നും പറ്റിയിട്ടില്ല. ഭരണം വളരെ മോശമായതിനെ കൊണ്ട് പറയുകയാണ്. അത് നമുക്കൊരു തെളിവൊന്നുമില്ല. പക്ഷേ നമ്മളെ ഖജാന മുഴുവൻ കാലിയാണ്. ഇപ്പോൾ കേന്ദ്രം കൊടുത്ത പണത്തിന് കണക്കൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. അതിൻ്റെ ശരിയായ കണക്ക് കേന്ദ്രമന്ത്രി അവതരിപ്പിച്ചിട്ട് അതിനൊരു പ്രോപ്പർ മറുപടി കൊടുക്കാൻ ഇവിടുത്തെ മന്ത്രിക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഇവർ കഷ്ടപ്പെടുന്നത്. അല്ലാതെ കേന്ദ്രം വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇനി ബഡ്ജറ്റ് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാൻ? അവരെ ടാക്സ് കൂടുന്നല്ലാതെ അവരൊന്നും പ്രതീക്ഷയില്ല. ബഡ്ജറ്റ് ജനങ്ങൾക്ക് അനുകൂലമാവാൻ സാധ്യതയില്ല. കാരണം കേന്ദ്രം തരേണ്ടത് നമുക്ക് തന്നിട്ടില്ല. അവരിനി തരുമെന്നുള്ള പ്രതീക്ഷയുമില്ല. അത് ഈ സംസ്ഥാനങ്ങൾ BJP ഇതര സർക്കാരുകളെ സാമ്പത്തികമായി എല്ലാ രീതിയിലും, സാമ്പത്തികമായിട്ട് മാത്രമല്ല എല്ലാ രീതിയിലും ഞെരുക്കുക എന്നുള്ളത് BJP സർക്കാരിൻ്റെ ഒരു നയത്തിൻ്റെ ഭാഗം കൂടിയാണിത്. അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുക, അതുപോലെ തന്നെ യുവാക്കൾക്ക് തൊഴിലവസരം തുടങ്ങിയ ആവശ്യങ്ങളാണ് ജനങ്ങൾക്ക് പ്രധാനമായുമുള്ളത്. ക്യാമറമാൻമാരായ ജിഷ്ണുവിനും ഫ്ലെമിംഗ് ഷാജിക്കുമൊപ്പം A.T. അശ്വതി, കേരള വിഷൻ ന്യൂസ്.